Meet Anvin Jose. UK-ൽ ഭയങ്കര ഒരു ലക്ഷൂറിയസ് ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത്. കല്യാണം എന്നൊരു പ്ലാൻ ഉണ്ടോ? ഇല്ല. കല്യാണം എനിക്ക് വിരോധമാണോ? വിരോധമൊന്നുമില്ല. ഇപ്പൊ എന്തായാലും പ്ലാൻ ഇല്ല. മൾട്ടി മില്യണർ ബിസിനസ് എംപയർ ഉണ്ടായിരുന്ന എന്നിട്ട് 2023 റിട്ടയർ ആയ 21 മുകളിൽ കാർ കളക്ഷൻ ഉള്ള ഒരു കാർ എന്തൂസിയാസ്റ്റ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നുന്നതെല്ലാം പൊന്നാണ്. അപ്പൊ പിന്നെ ഇതാരാ അൻവിനെ? ഈ നിലമ്പൂറുള്ള കൊച്ചിനെ മറന്നോ? തൂക്കിയല്ലോ ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. അപ്പൊ പിന്നെ ഇതാരാ അൻവിനെ? ഈ നിലമ്പൂറുള്ള കൊച്ചിനെ മറന്നോ? വെറുതെ പോരടിച്ചിരുന്നപ്പ സമയം കളയാൻ ഒരു തമാശക്ക്. പോട്ടെ, ഇയാള് മൾട്ടി മില്യണർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജിൽ പഠിക്കാനുള്ള ഫീസിന് വേണ്ടിയിട്ട് ഗോ ഫണ്ട് മീ പേജ് വരെ കുട്ടിക്ക് തുടങ്ങേണ്ടി വന്നു. പക്ഷേ ആ കുട്ടിയുടെ ഡിപ്പെൻഡന്റ് വിസയിലല്ലേ അൻവിൻ എന്ന് പറയുന്ന വ്യക്തി UK-ൽ നിന്നോണ്ടിരുന്നത്. അപ്പൊ തട്ടിപ്പാണല്ലേ? നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. UK-ൽ ഭയങ്കര ഒരു ലക്ഷൂറിയസ് ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത്. നാട്ടുകാരെ മുഞ്ചിക്കാൻ എടാ ഇവിടെ ഒരു അന്വേഷണം നടത്തണം. ചെയ്ത ഒരു ബിസിനസ് ഫെയിൽ ആയിട്ടില്ല, ഇതുവരെ ഫെയിൽ ആയിട്ടില്ല, ഇതും ഫെയിൽ ആവില്ല. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. എത്ര ബിസിനസ് ചെയ്ത് പാളിയിട്ടുണ്ട്? പാളിയിട്ടില്ല. ചെയ്തൊക്കെ സക്സസ് ചെയ്തല്ല സക്സസ്. ഓക്കെ, നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവം സത്യം. മൾട്ടി മില്യണർ ബിസിനസ് എംപയർ ഉണ്ടായിരുന്ന എന്നിട്ട് 2023 റിട്ടയർ ആയ 21 മുകളിൽ കാർ കളക്ഷൻ ഉള്ള ഒരു കാർ എന്തൂസിയാസ്റ്റ്. ഞങ്ങളുടെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് വരുന്നുണ്ട് കൈസ് ഉടനെ. ഇങ്ങനെ ഗതിയില്ലാത്തവനായിട്ട് എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നത്? കറന്റ്ലി ഇപ്പൊ എത്ര വണ്ടി ഉണ്ടാവും? ഞാൻ ഇന്റർവ്യൂവിനോട് വിരലിൽ എണ്ണാൻ പറ്റാത്തത്, എന്നാലും ഒരു എക്സാക്ട് കൗണ്ട് വിരലിടാനൊക്കെ പറ്റി 21 വണ്ടി. 21 വണ്ടിയോ അൻവിനെ? വഞ്ചി ഇങ്ങനെ തള്ളി മലത്താണല്ല, എന്താണ് പറയുന്നത്? ഇപ്പൊ 21 വണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, കാരണം നാളെ വിറ്റ് കളയും. നാളെ വിറ്റ് കളയുമ്പോ പറയും പുള്ളി തള്ളിതാ, പുള്ളിയുടെ വണ്ടി അല്ലെന്ന് പറയത്തില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോ നമ്മള് ഇതൊക്കെ വിറ്റ് കളയും. എല്ലാത്തിന്റെ പഴുതുകൾ അടച്ചായിരിക്കും അവന്റെ തള്ളു. വിടലായി പോയിട്ടോ. ആ സെക്കൻഡ് ഹാൻഡ് BMW പിന്നെ ആ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു നിസാൻ പെട്രോള്. അതും വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാനെന്ന പൈസ ഇല്ലാതെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഒരു വർഷമായിട്ട് ആ വണ്ടി. അതും അല്ലാതെ വേറെ ഏത് വണ്ടിയാണ് അൻവിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് UK-ൽ? എന്താ ഉറക്കം വരുന്നു. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ആ ഉരുളി എന്ത് ചെയ്യും? അതെ, ഞാനിവിടെ പണയം വെച്ചിരിക്കുക, നാട്ടിക്കല്ലേ. അതുപോലെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫാം ഹൗസ്, ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ, ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അത് മേടിച്ചതാണെന്ന് പറയരുത്. 2017 അത് മേടിച്ചത് ആരാണെന്നുള്ള ഡീറ്റെയിൽ ഉണ്ട്, അത് ഞാനിവിടെ ഔട്ടാക്കുന്നില്ല. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. ഞങ്ങളതൊരു പറഞ്ഞില്ലേ, ഞാനാണെങ്കിൽ ഇത് ആദ്യം ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് വിചാരിച്ച്, സത്യം ലിറ്ററലി ഞാൻ പറഞ്ഞ ഒറ്റയ്ക്ക് ചെയ്യണം. എനിക്ക് പാർട്ട്ണർഷിപ്പ് ഒക്കെ പേടിയാ, ആൾക്കാരെ എങ്ങനെ ഇതാക്കണം എന്നുള്ളൊരു സാധനം പേടി ഉണ്ടായിരുന്നു. ഒരക്ഷരം പോലും തെറ്റിയില്ല. അവിടെ ഒരുപാട് സ്കാമും കാര്യങ്ങളും ഇതുപോലെ നടക്കുന്നുണ്ട്. കുറെ പേര് റിവീൽ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ നടക്കും, നമ്മളെ മൈൻഡ് ചെയ്യണ്ട. സത്യസന്ധനായ കള്ളൻ. ഈ വീഡിയോ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂട്ടുകാരെ വരെ ത്രെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ ടീം. എന്തിന്? സെറ്റിൽമെന്റ് ഓഫറിൽ വരെ വന്നിരുന്നു. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. കമ്മിങ് ടു ദ പോയിന്റ്, ഇതൊരു 3 പാർട്ടുള്ള സീരീസ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടതൊരു ട്രെയിലർ മാത്രം. ബാക്കി ഹേ ബൈ. 11ാം മാസത്തിനുള്ളിൽ അതിനകത്തുള്ള എല്ലാ പാർട്ട്നേഴ്സിനെയും ഡൈല്യൂട്ട് ചെയ്തിട്ട് നിബു സിറിയാക്ക് 100% ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാരും ആ കമ്പനിനകത്ത് പോവുകയും ചെയ്തു. സോ 11 മാസത്തിൽ ഒരു വൃദ്ധസദനം നടത്തിയിട്ട് മൾട്ടി മില്യണർ ആയിട്ട് റിട്ടയർ ആകാൻ പറ്റുമെന്നാണോ നിങ്ങൾ എല്ലാരും പറയുന്നത്? പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. കറന്റ്ലി ഇപ്പൊ
എന്നാലും എത്ര വണ്ടി ഉണ്ടാവും? ഞാൻ ഒരു ഇന്റർവ്യൂ ഞാനോട് വിരലിൽ എണ്ണാൻ പറ്റാത്തത് എന്നാലും ഒരു എക്സാക്ട് കൗണ്ട്. വിരലിടാനൊക്കെ പറ്റി 21 വണ്ടി. നോണെങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ട്. 21 വണ്ടിയോ അൻവിന്? ആ സെക്കൻഡ് ഹാൻഡ് BMW പിന്നെ ആ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു നിസാൻ പെട്രോൾ. അതും വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാനെന്ന പൈസ ഇല്ലാതെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഒരു വർഷമായിട്ട് ആ വണ്ടി. അതുമല്ലാതെ വേറെ ഏത് വണ്ടിയാണ് അൻവിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് UK-ല്? ഇത് കുരുട്ടുബുദ്ധിയുടെയും പൊങ്ങച്ചത്തിന്റെ ലോകമാണ്. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളും അങ്ങനെയൊക്കെ ഒന്ന് ആവണം. അതുപോലെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫാം ഹൗസ്, ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ, ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. റിച്ച് ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, പൈസ അത്രയില്ല. അത് മേടിച്ചതാണെന്ന് പറയരുത്. 2017 അത് മേടിച്ചത് ആരാണെന്നുള്ള ഡീറ്റെയിൽ ഉണ്ട്. അത് ഞാൻ ഇവിടെ ഔട്ടാക്കുന്നില്ല. നീ എന്റെ മാനം കളയരുത്. നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. ഈ വീഡിയോ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂട്ടുകാരെ വരെ ത്രെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരും ഇവരുടെ ടീം. എന്തിന്? സെറ്റിൽമെന്റ് ഓഫറിൽ വരെ വന്നിരുന്നു. നാണമില്ലടാ നിനക്ക് ഇങ്ങനെ നാറിയ കളി കളിക്കാൻ. കമ്മിങ് ടു ദ പോയിന്റ്, ഇതൊരു 3 പാർട്ടുള്ള സീരീസ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഒരു ട്രെയിലർ മാത്രം. ഞാൻ പെട്ടു അല്ലേ? അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അൻവിന്റെ സ്കാം അക്യൂസേഷനെ കുറിച്ചിട്ടാണ്. ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഹിസ് ഓട്ടോ സ്പാ ബിസിനസ് ഇൻ UK. അപ്പൊ താൻ തട്ടിപ്പാണല്ലേ? നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ഡക്കും പുട്ടും നിന്റെ പരിപാടി തീർത്ത് തരാടാ ഞാൻ. And the trading platforms that he's going to launch in India. So, അതിനകത്തൊന്നും പോയി പെടാതിരിക്കുക. സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കലടാ നായിന്റെ പട്ടി മോനെ. അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.